നെൽകൃഷിയിൽ സാധാരണ കാണാത്ത ഒരു സംഭവമാണ് ഉണ്ടായത്. ഇതുവരെ ക്ഷുദ്രജീവികളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നെല്ലിലേക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം നെല്ലിൽ കയറിയിട്ട് പന്നി പിന്നെ ഒന്നായിട്ട് മാന്തി പറിച്ച് പിന്നെ കൊയ്യാനായ നെല്ലാണ് ഇപ്പോൾ നാശാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു 10-40% നെൽകൃഷി നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയാണുള്ളത്. നല്ല വിളവ് ഈ പ്രാവശ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ വളവും വിത്തും വെള്ളമൊക്കെ ചെയ്ത് റെഡിയാക്കി വരുന്ന സമയത്താണ് കൊയ്യാൻ ഏതാണ്ട് 2 ആഴ്ച കൂടെ ഉള്ളൂ. ഈ സമയത്താണ് പന്നി കയറിയിട്ട് മൊത്തം നശിപ്പിച്ച് ഇട്ടിട്ടുണ്ട്. അത് ഇവിടെ കണ്ടാലറിയാം എല്ലാവർക്കും. അപ്പോൾ അധികാരികൾ ഇതിൽ പന്നീനെ തുരത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കണം. അല്ലെങ്കിൽ ഈ പാടത്ത് നമ്മൾ വെറുതെ പൈസ ചിലവാക്കി നെല്ലുണ്ടാക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇത് കൊയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ എന്നും ഡെയിലി വന്നിട്ട് ഇങ്ങനെ കയറിയിട്ട് കുറേശ്ശെ നശിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് പന്നി കൂട്ടങ്ങളായിട്ട് വരികയാണ്. അപ്പോൾ ഒരു കണ്ടൊക്കെ ഒരു ദിവസം കൊണ്ട് തീർത്ത് നശിപ്പിക്കേണ്ട സ്ഥിതി അപ്പോൾ ഉള്ളത്. അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തും കൃഷിഭവനൊക്കെ പാടെ ആലോചിച്ചിട്ട് ഈ കർഷകരെ രക്ഷിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ നെല്ലല്ലാതെ വാഴ ഉണ്ടാക്കി കുറേ കർഷകരുണ്ട്. ഈ വാഴ ഇടയിൽ കുത്തിയിട്ട് ഒരു 100 വാഴ വെച്ചാൽ ഒരു 10-25 വാഴ നശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ട്. പിന്നെ പൂളയായിട്ട് സൈഡിൽ വെച്ചതൊക്കെ അത് നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറമ്പിലത്തെ നമ്മൾ കുറേ ചേമ്പും ചേനയും ഇതൊക്കെ എന്ത് കണ്ടാലും ഇത് കേടുവരുത്തേണ്ട സ്ഥിതിയാണ് പന്നിക്കുള്ളത്. നെല്ലിലേക്ക് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നെല്ലും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകരെ സ്ഥിതി വളരെ മോശമായി വരും.